Hi dears, this is simply my passion. ഇന്ന് നമുക്ക് തവയിൽ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കുൽച്ച ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. തണുപ്പൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ പരുവത്തിലായിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക. ഒരു 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ബട്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബട്ടറാണ്. ബിക്കോസ് ബട്ടറാണ് നമ്മുടെ കുൽച്ചയ്ക്ക് നല്ലൊരു ടേസ്റ്റ്, ആ ഒരു സ്മെല്ലൊക്കെ തരുന്നത്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബട്ടറാണ്. ബട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതൊന്ന് കവർ ചെയ്ത് 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡോ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി അത് നമുക്ക് ജസ്റ്റ് ഒരു ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വേണം നമ്മളത് ബോൾസ് ആക്കി എടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ 3 കപ്പ് മൈദയിൽ നമുക്ക് ഏകദേശം 8 ബോൾസ് ആയിട്ടുണ്ട്. സോ 8 കുൽച്ച കിട്ടും നമുക്ക് 3 കപ്പ് മൈദയുടെ മെഷർമെൻറ്റിൽ. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ നേർങ്ങനെ പരത്തിയെടുത്ത് നമുക്ക് തിക്നെസ് വേണം. കുൽച്ച കുറച്ച് നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പം നല്ല തിക്നെസ്സോട് കൂടിയിട്ട് വേണം പരത്താനായിട്ട്. പിന്നെ പരത്തുമ്പോൾ എല്ലായിടത്തും ഈക്വൽ തിക്നെസ്സോട് കൂടിയിട്ട് തന്നെ പരത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ഈക്വലായിട്ട് അതിങ്ങനെ പൊന്തി വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറുപ്പ് എള്ളും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് വെള്ളം മേലെ തടവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അപ്പോൾ എള്ളിടൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ പരത്തി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ഏകദേശം എത്ര തിക്നെസ്സാണ് വേണ്ടതെന്ന്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ കുൽച്ച പരത്തിയെടുക്കാനായിട്ട്. ഇനി അതിൻ്റെ താഴത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം പരട്ടി കൊടുക്കുക. മൊത്തത്തിൽ തന്നെ ഒന്ന് വെള്ളം പരട്ടി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മളത് പാനിലേക്ക് ഇടാനായിട്ട്. സോ പാന് മീഡിയം ചൂടായിട്ടുള്ള പാനിലേക്ക് വേണം നമ്മൾ ഈ ഒരു കുൽച്ച ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഹൈ ചൂടായിട്ടുള്ള ഇതിലിട്ട് കൊടുക്കാൻ പാടില്ല. സോ മീഡിയം ചൂടായിട്ടുള്ള പാനിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ സൈഡിലൊന്ന് വെള്ളം കുടഞ്ഞു കൊടുക്കുക. വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കതൊരു മൂടി വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആവി ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ കുൽച്ച ഒന്ന് പൊന്തി വരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഇതുപോലെ സൈഡിലൊന്ന് വെള്ളം കുടഞ്ഞ് പെട്ടെന്ന് തന്നെ മൂടി കൊടുക്കുക. അപ്പോൾ ത്രൂ ഔട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുൽച്ച കംപ്ലീറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളൊന്നും ശരിക്കും വെന്ത് കിട്ടൂല. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുൽച്ച കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കുൽച്ച ഇവിടെ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുൽച്ച നമുക്ക് ചൂടോടെ ബട്ടർ ചിക്കൻ്റെ കൂടെ അല്ലെങ്കിൽ ചിക്കൻ ചങ്കേസിയുടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം. സോ ചിക്കൻ ചങ്കേസിയുടെ റെസിപ്പി വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അത് ഇതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.